ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ 3rd സെഷൻ റിവിഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 ചാപ്റ്റേഴ്സ്: ചാപ്റ്റർ 13 ഗതാഗതവും വാർത്താവിനിമയവും, ചാപ്റ്റർ 16 മൗലിക അവകാശങ്ങളും മൗലിക കടമകളും, ചാപ്റ്റർ 19 സംസ്ഥാനതല ഭരണം, ചാപ്റ്റർ 20 കേന്ദ്രതലത്തിലുള്ള ഭരണം. ഈ ഒരു 4 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പം ഫസ്റ്റ് വരുന്നത് ഗതാഗതവും വാർത്താവിനിമയവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാർത്താവിനിമയത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുക. അപ്പോൾ എന്താണ് വാർത്താവിനിമയത്തിൻ്റെ പ്രാധാന്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു പ്രാധാന്യം, വാർത്താവിനിമയത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്കാം. ആശയങ്ങളുടെയും ചിന്തകളുടെയും കൈമാറ്റ രീതിയെ വാർത്താവിനിമയം എന്ന് പറയാം. വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനും ജനകീയ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമൊക്കെ വാർത്താവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. കത്തുകൾ എഴുതിയും ടെലഗ്രാം അയച്ചും റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും ചെറിയ കുറിപ്പുകൾ എഴുതിയും ആളുകൾ പരസ്പരം ആശയം കൈമാറുന്നു. ഇതുകൂടാതെ ഫാക്സ്, ഇമെയിൽ മുതലായവ വ്യാപാരം സംബന്ധിച്ചും അല്ലാതെയുമുള്ള ആവശ്യങ്ങൾക്ക് ആളുകൾ ഉപയോഗിക്കുന്നു. വാർത്താവിനിമയ മാർഗങ്ങൾ ആശയവിനിമയത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച് മാറുന്നു. സ്വകാര്യ ആവശ്യത്തിനുള്ള വാർത്താവിനിമയ മാർഗങ്ങളും ബഹുജന വാർത്താവിനിമയ മാർഗങ്ങളുമുണ്ട്. അപ്പോൾ വാർത്താവിനിമയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്താണ്, നമ്മൾ ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എപ്പോഴും. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഉള്ള ആളുകളെ അറിയിക്കാനായിട്ടും അതുപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളായിട്ട് അറിയാൻ വേണ്ടിയും ഒക്കെ നമ്മൾ പരസ്പരം എന്താണ്, എല്ലാവരുമായിട്ട് വിശേഷങ്ങളും എല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനൊക്കെ നമുക്ക് എന്താണ്, ഈ ഒരു വാർത്താവിനിമയത്തിൻ്റെ ആവശ്യകതയുണ്ട്. നോക്കാം. ഗതാഗതവും വാർത്താവിനിമയവും ഒരു രാജ്യത്തിൻ്റെയും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെയും ആയുർരേഖകളാണെന്ന് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ആൻസർ നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗതാഗതവും വാർത്താവിനിമയവും ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അളവുകോൽ ഗതാഗത രംഗത്തെ പുരോഗതിയും വാർത്താവിനിമയ രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളുമാണെന്ന് പറയാം. ഗതാഗത മാർഗങ്ങൾ ഒരു രാജ്യത്തിലെ വാണിജ്യത്തെയും വ്യാപാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ അധികമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിലും മികച്ച ഗതാഗത സൗകര്യം കൂടിയേ തീരൂ. അതുപോലെ തന്നെ ഉദ്യോഗ സമ്പാദനത്തിനും വിദ്യാഭ്യാസത്തിനും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം ആവശ്യമാണ്. ലോകത്തിലെ പ്രധാന സംഭവങ്ങളെ പറ്റിയും പ്രവർത്തനങ്ങളെ പറ്റിയും നമുക്ക് വിവരം നൽകുന്നത് വാർത്താവിനിമയ സൗകര്യങ്ങളാണ്. പൊതുവെ പറഞ്ഞാൽ ഗതാഗതവും വാർത്താവിനിമയവും ഒരു രാഷ്ട്രത്തിൻ്റെ ആയുർരേഖകളാണ്. ഓക്കെ, അപ്പോൾ ഗതാഗതവും വാർത്താവിനിമയത്തിനും എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ആയുർരേഖകളാണെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളിപ്പം രണ്ടിലും നമ്മൾക്ക് എന്താണ്, ഗതാഗതമാണെങ്കിലും വാർത്താവിനിമയം ആണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ഫാക്ടേഴ്സ് തന്നെയാണെന്ന് പറയാം അല്ലേ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഗതാഗതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, എല്ലാത്തിനും നമ്മൾ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസിനൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് തന്നെ ഗതാഗത രംഗത്തിൻ്റെയൊക്കെ ആ ഒരു ഡെവലപ്മെൻറ്റ് ആണ് നമ്മുടെ ആ ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഗതാഗത മാർഗങ്ങളൊക്കെ എന്താണ്, ഒരു രാജ്യത്തിലെ വാണിജ്യത്തെയും അതുപോലെ തന്നെ വ്യാപാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണല്ലേ. നമ്മുടെ ഇപ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ എന്തൊരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ്, ഈ ഒരു ട്രാൻസ്പോർട്ടിന് ആണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാർത്താവിനിമയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ലോകത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് എത്തിക്കുന്നതൊക്കെ എങ്ങനെയാണ്, ഈ ഒരു വാർത്താവിനിമയത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടിനും എന്താണ്, രണ്ടിൻ്റേതായ രീതിയിലുള്ള ഒരു പ്രാധാന്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. വാർത്താവിനിമയമാണെങ്കിലും ഗതാഗതമാണെങ്കിലും. അപ്പോൾ അത് രണ്ടും എന്താണ്, അതുകൊണ്ട് തന്നെ പൊതുവെ പറയുകയാണെങ്കിൽ ഗതാഗതവും വാർത്താവിനിമയവും ഒരു രാഷ്ട്രത്തിൻ്റെ ആയുർരേഖകളാണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെയിൽവേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുക. നോക്കാം.
ആളുകൾക്ക് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം റെയിൽവേ ആണ്. ഏത് തരം വരുമാനക്കാർക്കും യാത്ര ചെയ്യാൻ തരത്തിലുള്ള വിവിധ ജനറൽ, സ്ലീപ്പർ, AC, ചെയർ കാർ എന്നിവ റെയിൽവേയിലുണ്ട്. രാജ്യത്തിലെ വിവിധ ഉൽപ്പന്നങ്ങൾ കൽക്കരി, സിമൻറ്റ്, വളം, പെട്രോളിയം, ഓട്ടോമൊബൈലുകൾ തുടങ്ങിയ നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്നും വിപണന സ്ഥലത്തേക്കും മറ്റ് ഫാക്ടറികളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്നും വിപണന കേന്ദ്രങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നത് റെയിൽവേ വലിയ പങ്ക് വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിലുള്ള ആളുകൾക്ക് ഏതൊരു സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ ഏതൊരു പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ഏറ്റവും ഇക്കണോമിക് ആയിട്ടുള്ള ഒരു യാത്രാ മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ചിലവ് കുറഞ്ഞൊരു ഗതാഗത മാർഗം ഈ ഒരു റെയിൽവേ ആണ്. അതുപോലെ തന്നെ ഏതൊരു വരുമാനക്കാർക്കും അനുസരിച്ചിട്ട് അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി. അവർക്ക് സ്ലീപ്പർ കോച്ച് ഉണ്ട്, അതുപോലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, AC ഉണ്ട്. അപ്പോൾ ആ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഏതൊരു സൗകര്യത്തിൽ പോകണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം എന്താണ് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തിലുണ്ടാകുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കൽക്കരി, സിമൻറ്റ്, വളം, എല്ലാ സാധനങ്ങളും, പെട്രോളിയം പോലുള്ള ഉൽപ്പന്നങ്ങളും ഓട്ടോമൊബൈൽസും എല്ലാം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന മാർഗം ഈ ഒരു റെയിൽവേയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ആ ഒരു റെയിൽവേയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാർത്താവിനിമയ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ വിവരിക്കുക. ഇപ്പോൾ വാർത്താവിനിമയ രംഗത്ത് ഉണ്ടായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയായിരുന്നു? ഇൻ്റർനെറ്റ്, വീഡിയോ സമ്മേളനങ്ങൾ, ഇ-കൊമേഴ്സ്, അതുപോലെ തന്നെ ഇമെയിൽ, ടെലിമെഡിസിൻ, അതൊക്കെയാണ് ആ ഒരു നമ്മുടെ വാർത്താവിനിമയ രംഗത്തുണ്ടായ നൂതന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. വണ്ണാക്ക് ചൊറിയുന്നു. ഇമെയിൽ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള ഏത് ഭാഗത്തുള്ളവരുമായും അതിവേഗം വാർത്താവിനിമയം നടത്തുവാൻ കഴിയുന്നു. ഓഫീസ് സംബന്ധമായും ബിസിനസ് സംബന്ധമായും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ വാർത്താവിനിമയ ഉപാധിയാണ്. നെക്സ്റ്റ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇരിക്കുന്ന ഒരു രോഗിയുമായി ഡോക്ടർ നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. ശാസ്ത്രീയ നേട്ടവും സാങ്കേതിക വിദ്യയും മൂലം വിവര സാങ്കേതിക വിദ്യയിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. വാർത്താവിനിമയ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ആൻസറിലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൽ നിങ്ങൾ ഇൻ്റർനെറ്റിനെ പറ്റി എഴുതണം. വീഡിയോ കോൺഫറൻസ് അതൊക്കെ നൂതനമായിട്ട് വന്ന ടെക്നോളജീസാണ്. പിന്നെ ഇ-കൊമേഴ്സിനെ പറ്റി എഴുതണം. ഇമെയിൽ, ടെലിമെഡിസിൻ അതൊക്കെയാണ് പറ്റി വിവരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാനുള്ളത് മൗലിക അവകാശങ്ങളും മൗലിക കടമകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണ് മൗലിക അവകാശങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി നിയമപരമായും ഭരണഘടനാപരമായും അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും കോടതി വഴി വിചാരണ ചെയ്യാവുന്നതുമാണ്. ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടന 6 പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 തരത്തിലാണ് മൗലികാവകാശങ്ങളുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സംസ്കാരവും വിദ്യാഭ്യാസവുപരമായുള്ള അവകാശങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 അവകാശങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സമത്വത്തിനുള്ള അവകാശം.
അപ്പോൾ ഈ ഒരു മൗലികാവകാശത്തിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? സമത്വമാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നിയമത്തിൻ്റെ സംരക്ഷണം നൽകുന്നതിനും ജനനസ്ഥലത്തിൻ്റെയോ ആൺപെൺ വ്യത്യാസത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ജാതിമത വ്യത്യാസത്തിൻ്റെയോ പേരിലുള്ള വിവേചനം ഇല്ലാതാക്കുന്നു. ഈ അവകാശത്തിന് 5 ഉപവകുപ്പുകളുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ ഉപവകുപ്പുകൾ? ഈ ഒരു സമത്വത്തിനുള്ള അവകാശത്തിൽ സബായിട്ട് വരുന്ന കാര്യങ്ങളാണ്: നിയമത്തിന് മുന്നിൽ തുല്യത, അതുപോലെ ജാതിമത വിശ്വാസത്തിൻ്റെ പേരിലോ ആൺപെൺ വ്യത്യാസത്തിൻ്റെ പേരിലോ ഉള്ള വിവേചനം പാടില്ല, അതുപോലെ പൊതു തൊഴിൽ കാര്യത്തിൽ തുല്യ അവസരം ലഭിക്കുന്നു, പദവികളുടെ വിവേചനം ഇല്ലായ്മ ചെയ്യുക. അതൊക്കെയാണ് ആ ഒരു സബായിട്ട് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൗലികാവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ 19-ാം വകുപ്പ് 6 തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിൽ ചെയ്യുവാനും ജീവിതോപാധി തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ദ്രോഹപരമായ കുറ്റം ചുമത്തി ശിക്ഷ വിധിക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം ഭരണഘടന ഉറപ്പുതരുന്നു. ദ്രോഹപരമായ ഒരു കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയിൽ കൂടുതൽ നൽകില്ല. ഒരു കുറ്റത്തിന് 1-ൽ കൂടുതൽ തവണ ശിക്ഷിക്കാനുമാവില്ല. ഏതെങ്കിലും ഒരു കുറ്റം ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അവരെ ആ വിവരം അറിയിക്കേണ്ടതും അവർക്ക് നിയമസഹായത്തിന് അവസരം നൽകേണ്ടതുമാണ്. പൗരന്മാർക്ക് സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും ചില നിയന്ത്രണങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. 3-ാമത്തെ മൗലിക അവകാശമാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ഇതിൽ എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 23-ഉം 24-ഉം വകുപ്പുകൾ പൗരന്മാർക്ക് ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നു. മനുഷ്യരെ ക്രയവിക്രയം നടത്തുന്നതിനും നിർബന്ധിത തൊഴിൽ ചെയ്യിക്കുന്നതിനും നിയമം മൂലമുള്ള നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തൊഴിൽശാലയിലും മറ്റും ജോലി ചെയ്യിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള മൗലികാവകാശത്തിൽ പറയുന്നത്. ഇനി 4-ാമത്തെ മൗലികാവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എല്ലാ പൗരന്മാർക്കും അവരുടെ മതവിശ്വാസത്തിനും ഭക്തിക്കും ആരാധനയ്ക്കും സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നു. മതവിശ്വാസം അവരവർക്ക് തിരഞ്ഞെടുക്കുവാനും അനുഷ്ഠിക്കുവാനും അംഗീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങൾ നടത്തുവാനുള്ള അവകാശം, പ്രത്യേക മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപരമായ പഠനങ്ങളിലോ മതചടങ്ങുകളിലോ ഉള്ള സാന്നിധ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം. അതാണ് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസപരമായ അവകാശമാണ്. ഒരു പ്രത്യേക ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായിട്ടുള്ള ഏത് ന്യൂനപക്ഷത്തിനും അവ സംരക്ഷിക്കുവാനുള്ള അവകാശം ഭൂരിപക്ഷത്തിനുള്ളതുപോലെ ഉറപ്പു നൽകുന്നു. മതപരമായ ഭാഷാപരമായോ ന്യൂനപക്ഷമായവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ അവകാശം നൽകുന്നു. അതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതിലെന്താണ് പറയുന്നത്? മൗലിക അവകാശങ്ങൾ കോടതിയിലൂടെ സംരക്ഷിക്കപ്പെടാവുന്നതാണ്. മൗലിക അവകാശങ്ങളുടെ നിയമപരമായ സംരക്ഷണത്തിന് ഭരണഘടന ഉറപ്പ് നൽകുന്നു. ചെയ്യുക, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, ദേശീയ സേവനം ആവശ്യപ്പെടുമ്പോൾ സേവനം അനുഷ്ഠിക്കുക, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും ഊർജിതപ്പെടുത്തുക, സ്ത്രീകളുടെ പദവി താഴ്ത്തുന്ന നടപടികൾ ഉപേക്ഷിക്കുക, നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഉയർത്തിക്കാട്ടി മഹത്തായ പാരമ്പര്യം സംരക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്നത്, മൗലിക കടമകളെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ 19 സംസ്ഥാനതല ഭരണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ഒന്ന് നോക്കാം. റിട്ട് എന്നാൽ എന്താണ് റിട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ചോദിക്കാം കേട്ടോ. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുവാനോ സംരക്ഷിക്കുവാനോ അപേക്ഷിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പരാതികളിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കോ നിർദ്ദേശങ്ങൾക്കോ ആണ് റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുവാനോ അല്ലെങ്കിൽ സംരക്ഷിക്കുവാനോ
അപേക്ഷിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പരാതികളിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കോ നിർദ്ദേശങ്ങൾക്കോ റിട്ട് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സംസ്ഥാന ഗവർണറുടെ അധികാരങ്ങൾ എന്തെല്ലാം എന്നാണ് നോക്കാം. സംസ്ഥാന ഭരണത്തലവൻ എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ ഗവർണർക്ക് ഭരണഘടന നിരവധി അധികാരങ്ങൾ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് എന്താണ്? ഭരണനിർവഹണ അധികാരങ്ങൾ. സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണ അധികാരങ്ങൾ ഗവർണറിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയുടെയും ഉപദേശപ്രകാരമാണ് ആര് പ്രവർത്തിക്കുന്നത്? ഗവർണർ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഹൈക്കോടതിയിലെ ഒഴികെയുള്ള ന്യായാധിപന്മാരെയും അഡ്വക്കേറ്റ് ജനറലിനെയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെയും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ എല്ലാ അധികാരങ്ങളും ആചാരപരമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നിയമനിർവാഹക അധികാരങ്ങൾ. സംസ്ഥാന നിയമനിർമ്മാണ സഭ വിളിച്ചുകൂട്ടാനും നിയമസഭാ സമ്മേളനം നിർത്തിവെക്കുവാനും നിയമസഭ പിരിച്ചുവിടാനുമുള്ള അധികാരം ഗവർണർക്കുണ്ട്. സംസ്ഥാന നിയമസഭയ്ക്ക് 2 സഭകളുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളെയും മറ്റ് നോമിനേറ്റഡ് അംഗങ്ങളെയും നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണറാണ്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ഗവർണർ അംഗീകരിക്കുന്നതോടുകൂടി മാത്രമേ നിയമമാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഭരണനിർവഹണ അധികാരമുണ്ട്, നിയമനിർവാഹക അധികാരമുണ്ട്. നെക്സ്റ്റ് അധികാരം എന്താണ്? പൊതുധനവിനിമയ അധികാരങ്ങൾ എന്ന് വെച്ചാൽ സംസ്ഥാന ബജറ്റ് ഗവർണർക്ക് വേണ്ടിയാണ് ധനകാര്യമന്ത്രി തയ്യാറാക്കി നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ധനപരമായ ഒരു ബില്ല് പോലും ഗവർണറുടെ ശുപാർശയില്ലാതെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല. നെക്സ്റ്റ് എന്താണ്? വിവേചനാധികാരങ്ങൾ. വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശങ്ങൾ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുന്നതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ ഗവർണർക്ക് പ്രവർത്തിക്കാം. അത്തരം അധികാരങ്ങളെയാണ് വിവേചനാധികാരങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാന നിയമസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഏത് ബില്ലും പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായി ഗവർണർക്ക് മാറ്റിവെക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുവാനും മന്ത്രിസഭയെ പുറത്തുവാക്കുവാനും ഗവർണർക്ക് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഗവർണറിന്റെ പരമാധികാരങ്ങളെ പറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും അധികാരങ്ങൾ വിശദമാക്കുക. എന്താണ് ആൻസർ കൊടുത്തത്? സംസ്ഥാന ഭരണത്തലവൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്. അപ്പം മന്ത്രിസഭാ കൗൺസിലിലെ അംഗങ്ങളെയും അവരുടെ വകുപ്പുകളെയും തീരുമാനിക്കുന്നത് ആരാ? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുപോലെ വിവിധ മന്ത്രിസഭയുടെ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതുപോലെ വിവിധ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും മുഖ്യമന്ത്രിയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന അധികാരങ്ങളിൽ വരുന്നത്. പിന്നെ എന്തൊക്കെയാണ്? മന്ത്രിമാർ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് മുഖ്യമന്ത്രിയാണ്. മന്ത്രിസഭാ കൗൺസിലും ഗവർണറും തമ്മിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മന്ത്രിസഭയുടെ ഭരണപരമായ തീരുമാനങ്ങൾ ഗവർണറെ ധരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഗവർണർ ആവശ്യപ്പെടുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുമ്പോൾ മന്ത്രിമാർ എടുക്കുന്ന തീരുമാനങ്ങൾ മന്ത്രിസഭാ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വിടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർവദേശീയ വോട്ടവകാശം എന്താണ്? ജാതിയോ വർഗമോ മതമോ ജനനസ്ഥലമോ ആൺപെൺ വ്യത്യാസമോ ഇല്ലാതെ 18 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ഏത് ഇന്ത്യക്കാർക്കും എല്ലാ ഇന്ത്യക്കാർക്കും വോട്ടവകാശം രേഖപ്പെടുത്താനും അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാനുമുള്ള അവകാശത്തെ ആണ് സാർവദേശീയ വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സാർവദേശീയ വോട്ടവകാശം? ഒന്നിൻ്റെയും അടിസ്ഥാനമല്ലാതെ നമ്മുടെ ജാതിയുടെയോ വർഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ജനനസ്ഥലത്തിൻ്റെയോ ആൺപെൺ വ്യത്യാസമോ ഒന്നുമില്ലാതെ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള ആ ഒരു പ്രക്രിയയാണ് നമ്മൾ സാർവദേശീയ വോട്ടവകാശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ എന്തെല്ലാം?
നിയമസഭയ്ക്ക് മാത്രമേ നിയമനിർമ്മാണ അവകാശമുള്ളൂ. നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ബില്ലുകൾ നിയമനിർമ്മാണ കൗൺസിലിന് അയക്കും. ഇത് പാസ്സാക്കുകയോ നിർദ്ദേശങ്ങളോടെ മടക്കി അയക്കുകയോ ചെയ്യാം. രണ്ട് സഭകളും പാസ്സാക്കുമ്പോഴാണ് ഒരു ബില്ല് നിയമമാകുന്നത്. ധനപരമായ ബില്ലുകൾ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നു. ഇത് പിന്നീട് കൗൺസിലിലേക്ക് അയക്കും. ഭരണനിർവാഹക സമിതി അല്ലെങ്കിൽ വ്യക്തിയുടെ മേലുള്ള നിയന്ത്രണം, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? മന്ത്രിസഭാ കൗൺസിലിന് നിയമനിർമ്മാണ സഭകളോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? സംസ്ഥാന നിയമസഭയുടെ ഇലക്ട്രൽ ചുമതല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് നിയമസഭയിൽ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് 1/3 അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് തിരഞ്ഞെടുക്കാം. അടുത്ത ചുമതല എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചുമതലകൾ. അതിലെന്താ പറയുന്നത്? പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഓരോന്നിൻ്റെയും പ്രത്യേക ഭൂരിപക്ഷവും വിവിധ സംസ്ഥാന നിയമസഭകളിൽ ഏറ്റവും കുറഞ്ഞ പകുതിയിലധികം അംഗങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈക്കോടതിയുടെ ഘടന, അധികാരപരിധി എന്നിവ വിശദമാക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കോടതി വേണമെന്നാണ് ഭരണഘടന പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഒരു ഹൈക്കോടതിയുടെ പരിധിയിൽ ഒന്നിലേറെ സംസ്ഥാനങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് ആസാം സംസ്ഥാനത്തിലെ ഹൈക്കോടതിയുടെ കീഴിലാണ് ആസാം സംസ്ഥാനത്തിലെ ഹൈക്കോടതിയുടെ കീഴിലാണ് ആസാം. പിന്നെ മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ. അപ്പോൾ ഓരോ ഹൈക്കോടതിയിലും ചീഫ് ജസ്റ്റിസും അല്ലെങ്കിൽ മുഖ്യ ന്യായാധിപനെയാണ് നമ്മൾ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. മറ്റ് ജഡ്ജിമാരും ഉണ്ടാകും. പിന്നെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഒരു ഹൈക്കോടതി ജഡ്ജിക്കായി നിയമിക്കപ്പെടുന്നയാളിന് താഴെ പറയുന്ന യോഗ്യതകൾ ഉണ്ടാകണം. എന്തൊക്കെ യോഗ്യതകളാണ് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടതെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനാവണം. 10 വർഷത്തിൽ കൂടുതൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ പ്രവർത്തിച്ച് പരിചയം ഉണ്ടായിരിക്കണം. തുടർച്ചയായിട്ട് 10 വർഷത്തിൽ കുറയാതെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലോ ഒന്നിലധികം കോടതികളിലോ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ചിരിക്കണം. ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് 65 വയസ്സ് വരെ ജോലിയിൽ തുടരാം. അതത് സംസ്ഥാനത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയോ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ മുഴുവൻ ഒരു ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഹൈക്കോടതികൾക്ക് വിചാരണാധികാരവും അപ്പീൽ അധികാരവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരു സംസ്ഥാനതല ഭരണത്തിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ചാപ്റ്റർ 20 കേന്ദ്ര തലത്തിലുള്ള ഭരണം നോക്കാം. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ ഘടന എപ്രകാരമാണ്? അധികാരപരിധി വിശദമാക്കുക. അപ്പോൾ നമ്മൾ സംസ്ഥാന തലത്തിൽ നമ്മൾ ഹൈക്കോടതിനെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി കേന്ദ്ര തലത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഹയർ ചെയ്തിട്ടുള്ള കോടതി എന്നാണ് സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിൻ്റെ അധികാരപരിധി വ്യക്തമാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഏകീകൃത നീതിന്യായ വകുപ്പാണുള്ളത്. അത് ഉന്നത തലത്തിൽ സുപ്രീം കോടതിയും അതിന് താഴെ സംസ്ഥാന തലത്തിൽ ഹൈക്കോടതിയും കീഴ്ക്കോടതികൾ, ജില്ലാ കോടതികളും ഏറ്റവും താഴെ ഉപകോടതികളും ഉള്ള ഒരു നീതിന്യായ ശൃംഖലയാണുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരുമുണ്ട്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അപ്പോൾ ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന വ്യക്തി എന്തൊക്കെ സവിശേഷതകളാണ് സുപ്രീം കോടതിയിൽ ഉണ്ടാവേണ്ടതെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2ഓ അതിലധികമോ ഹൈക്കോടതികളിൽ തുടർച്ചയായി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചിരിക്കണം. കുറഞ്ഞത് 10 വർഷമെങ്കിലും ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2ഓ അതിലധികമോ ഹൈക്കോടതികളിൽ തുടർച്ചയായി അഭിഭാഷകനായി സേവനം അനുഷ്ഠിച്ചിരിക്കണം. പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠനായ നിയമജ്ഞനായിരിക്കണം. ഇനി അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സുപ്രീം കോടതിക്ക് 3 ഇനത്തിലുള്ള അധികാരപരിധിയാണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ആദ്യ വിചാരണ അധികാരം. ആദ്യ വിചാരണ അധികാരം എന്ന് പറഞ്ഞാൽ ഏതാനും കേസുകളുടെ വിചാരണ സുപ്രീം കോടതിയിൽ മാത്രം നേരിട്ട് നിർവഹിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനവും തമ്മിലോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒന്നോ അതിലധികം സംസ്ഥാനങ്ങളും ഒരു പക്ഷത്തും ഒന്നിലധികം സംസ്ഥാനങ്ങൾ മറുവശത്തുമായുള്ള തർക്കങ്ങൾ. രണ്ടാമത്തെ അധികാരം എന്ന് പറഞ്ഞാൽ പുനർവിചാരണ അധികാരം അഥവാ അപ്പീലുകൾ സമർപ്പിക്കുന്നതിനുള്ള കോടതി. കീഴ്ക്കോടതി തീർപ്പുകൾക്കെതിരെ മേൽക്കോടതികളിൽ അപ്പീലുകൾ സമർപ്പിക്കുന്നതിനെയാണ് പുനർവിചാരണ അധികാരം എന്ന് പറയുന്നത്. ഭരണഘടനാപരമായിട്ടുള്ളതും സിവിൽ ക്രിമിനൽ കേസുകളും സംബന്ധിച്ചുള്ളതുമായ അപ്പീലുകൾ കേൾക്കുന്ന ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്, ഹൈക്കോടതി വിധിക്കെതിരെ കേട്ടോ. മൂന്നാമത്തെ സുപ്രീം കോടതിയുടെ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ ഉപദേശക അധികാരമാണ്. നിയമപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതോ ആയ കാര്യങ്ങളിൽ അവ പൊതുജന പ്രാധാന്യമുള്ളതായിട്ട് പ്രസിഡന്റിന് ചിന്തയുണ്ടായാൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായും അല്ലെങ്കിൽ അഭിപ്രായത്തിനായി പരാമർശിക്കും. സുപ്രീം കോടതി ആകട്ടെ അവയുടെ മേൽ വിചാരണ ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടാൽ പ്രസിഡന്റിനെ അറിയിക്കാം. സുപ്രീം കോടതി രേഖാകോടതി കൂടിയാണ്. മേൽപ്പറഞ്ഞ അധികാരങ്ങൾ കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാനങ്ങൾ നൽകുന്ന കോടതി എന്ന നിലയിൽ ഭരണഘടനയുടെ കാവൽക്കാരനും സംരക്ഷകനുമായ സുപ്രീം കോടതി അറിയപ്പെടുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാൻ മതിയാവും. നമ്മുടെ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈക്കോടതി, സുപ്രീം കോടതി ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ കാവൽക്കാരനും സംരക്ഷകനുമായി വർത്തിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരനും സംരക്ഷകനും ആരാണ്? സുപ്രീം കോടതിയാണ്. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ കാവൽക്കാരനും സംരക്ഷകനും ആരാണ്? സുപ്രീം കോടതിയാണ്. പിന്നെ എക്സിക്യൂട്ടീവ് ആജ്ഞകളും വിജ്ഞാപനങ്ങളും കൂടാതെ എല്ലാത്തരം നിയമങ്ങളെയും പുനരവലോകനം അധികാരം സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമാണ്. അതാണ് സുപ്രീം കോടതിയുടെ 3 അധികാര പരിധികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകസഭയുടെയും രാജ്യസഭയുടെയും പദവികൾ താരതമ്യം ചെയ്യുക. ജനങ്ങളുടെ ശരിയായ പ്രതിനിധി സഭ ലോകസഭയാണ്. ഇതിലെ പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭയിലെ അംഗങ്ങളെ പരോക്ഷമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സമിതിയാണ്. ലോകസഭയിലേക്ക് 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇതിൻ്റെ കാലാവധി നീട്ടുകയോ പിരിച്ചുവിടുകയോ ചെയ്യാം. രാജ്യസഭ പിരിച്ചുവിടാൻ കഴിയില്ല. ഒരു സാധാരണ ബില്ലിൻ്റെ കാര്യത്തിന് ഇത് സഭകൾക്കും തുല്യമായ അധികാരമാണുള്ളത്. ഇരു സഭകൾക്കും തുല്യമായിട്ടുള്ള അധികാരമാണുള്ളത് ഒരു സാധാരണ ബില്ലിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഇരു സഭകളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം നടത്തുകയും അവിടെ ലോകസഭയ്ക്ക് അംഗസംഖ്യ കൂടുതലായതിനാൽ മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുന്നു. മന്ത്രിസഭാ കൗൺസിലിന്മേൽ ലോകസഭയ്ക്കാണ് അധികാരം കൂടുതൽ. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തും എന്നതിനും വിമർശിക്കുന്നതിനും മാത്രമേ രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. മന്ത്രിസഭാ കൗൺസിലിനെതിരെ അവിശ്വാസം അവതരിപ്പിക്കുന്നത് ലോകസഭയാണ്. ഓക്കെ, ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ എങ്ങനെ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. പാർലമെൻറ്റിൻ്റെ ഇരുവശങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ടതാണ് മേൽപ്പറഞ്ഞ ഇലക്ട്രൽ കോളേജ്. കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയെയും പുതുച്ചേരിയെയും നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു. രഹസ്യ ബാലറ്റ് സമ്പ്രദായത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. ആനുപാതിക പ്രാതിനിധ്യത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടയാൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ട? പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട അദ്ദേഹത്തിന് വേണ്ട സവിശേഷത നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത വേണം, ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ വേതനം പറ്റുന്ന ആളായിരിക്കരുത്. ഇത്രയും സവിശേഷതകളാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ട സവിശേഷതകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരങ്ങൾ എന്തെല്ലാമാണ്? കാര്യനിർവഹണ അധികാരം, നിയമനിർവഹണ അധികാരം, ധനപരമായ അധികാരം, നീതിന്യായ അധികാരങ്ങൾ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് റീഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദ്യം വരാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഏരിയ നിങ്ങൾ എന്തായാലും എക്സാം പഠിക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ കവർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് 4 ചാപ്റ്റേഴ്സുമായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.